മലയിൽ നിന്ന് ആളുകളെയെല്ലാം പിരിച്ചുവിട്ട ശേഷം ഇല്ലെങ്കിൽ എല്ലാവരെയും തിരിച്ചയച്ച ശേഷം വീണ്ടും നാളെ തുടങ്ങാമെന്ന് പറഞ്ഞ് പോലീസ് അത് നിർത്തിയിരുന്നില്ല. ആ തെരച്ചിൽ ഈ രണ്ട് വഴികളിലും ഊർജിതമാക്കുകയായിരുന്നു. അതിൽ ഒന്ന് മംഗലം ഡാമിലേക്കുള്ള വഴിയാണ്, മറ്റൊന്ന് ഈ പ്രതിയുടെ വീടിന്റെ പുറകുഭാഗത്തേക്ക് എത്തുന്ന വഴിയാണ്. ആ ഭാഗത്തു നിന്നാണ് ഈ പ്രതിയെ പോലീസിന് ലഭിക്കുന്നത്. ആളുകൾ പോയി എന്ന് കരുതിക്കൊണ്ട് അവശനായ പ്രതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇല്ലെങ്കിൽ വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കുന്ന വഴിയിലാണ് പിടിയിലായത് എന്നാണ് SP നേരത്തെ മീഡിയ വണ്ണോട് പറഞ്ഞത്. ഈ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇയാൾ നടന്നു വന്നത്. ഒളിച്ചിരുന്ന പോലീസുകാർ ഇയാളെ പിടികൂടുന്നു. പോത്തുവണ്ടിക്കടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഇയാളെ പിടികൂടുകയുമായിരുന്നു. പിന്നീടാണ് നെന്മാറ സ്റ്റേഷനിലേക്ക് എത്തിയത്. നെന്മാറ സ്റ്റേഷനിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. ലാത്തി ചാർജിലേക്ക് പോലീസിന് കടക്കേണ്ടി വരുന്നു, പെപ്പർ സ്പ്രേ ഉപയോഗിക്കേണ്ടി വരുന്നു. വലിയ രീതിയിൽ ആളുകളെ തടഞ്ഞു നിർത്തേണ്ട അവസ്ഥയിലേക്ക് പോലീസിന് എത്തേണ്ടി വന്നിരിക്കുന്നു. കാരണം അത്രയധികം ക്ഷുഭിതരായാണ് നാട്ടുകാർ അവിടെ നിൽക്കുന്നത്. പ്രതിയെ തങ്ങൾക്ക് വിട്ടുതരണം എന്ന രീതിയിലാണ് ഗേറ്റ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ലാത്തിചാർജിലേക്ക് കടന്നത്. നാട്ടുകാർക്ക് നേരെ പോലീസിന്റെ കുരുമുളക് സ്പ്രേ പ്രയോഗം വരെ വേണ്ടി വന്നു അവരെ അവിടെ നിന്ന് മാറ്റാൻ. പക്ഷേ എന്ത് സംഭവിച്ചാലും, ഇനി ജീവൻ പോയാലും പിടിച്ച് ജയിലിനകത്തിട്ടാലും ഈ പ്രതിയെ തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ ഒരുമിച്ച് അവിടെ നിൽക്കുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ പോലീസിന്റെ പ്രതികരണം കേൾക്കാം. ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ അവിടെ പോലീസുകാർ പിടിച്ചതാണ്. അവിടെ സ്ട്രൈക്കിംഗ് പാർട്ടി ഉണ്ടായിരുന്നു, CD പാർട്ടി പിടിച്ചതായിരുന്നു. അത് അയാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പിടിച്ചതാണ്. അല്ല, അയാളുടെ വീട്ടിലേക്ക് കീഴടങ്ങിയതല്ല, അനിയ ഞങ്ങൾ പിടിച്ചതാണ്. അയാൾ വരുന്ന വഴിക്ക് 3 ദിവസമായി 2 ദിവസമായി ഞങ്ങളവിടെ കാവലല്ല. പറയുന്നുണ്ട് പ്രതി കീഴടങ്ങുകയായിരുന്നില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇയാൾ ഒളിച്ചിടുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ തെരച്ചിൽ അവസാനിപ്പിച്ച് പിൻവാങ്ങി എന്ന് അറിഞ്ഞ സമയത്ത് ഇല്ലെങ്കിൽ ആ സാഹചര്യം നോക്കി ഇയാൾ പുറത്തിറങ്ങിയപ്പോഴാണ് പ്രതിയെ പിടികൂടിയത്. അതിസാഹസികമായിട്ടാണ് മണിക്കൂറുകൾ 36 മണിക്കൂറാണ് പോലീസ് ഇതിന്റെ പുറകെ തെരച്ചിലുമായി നടന്നത്. അത് മലയിലും താഴ്വാരത്തിലും വെള്ളത്തിലും ഉൾപ്പെടെയുള്ള തെരച്ചിലാണ് ഇന്ന് മുഴുവൻ നമ്മൾ കണ്ടത്. അവർക്കൊപ്പം നാട്ടുകാരും തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷങ്ങളിൽ വളരെ ആസൂത്രിതമായിട്ട് പ്രതിയെ കീഴടക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. ഇതൊരു കീഴടങ്ങലല്ല, പ്രതി കീഴടങ്ങിയതല്ല. വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ അയാളുടെ വീട്ടിലേക്ക് എത്തുന്ന വഴിയിൽ വെച്ചാണ് പോലീസ് ഇവരെ പിടിക്കുന്നത്. പോത്തുണ്ടിമലയിൽ നിന്ന് ഈ പ്രതിയുടെ വീടിന്റെ വഴിയിലേക്ക് കടക്കുമ്പോഴാണ് അവിടെ വെച്ചാണ് ഈ ഒളിച്ചിരുന്ന പോലീസുകാർ ഇയാളെ പിടികൂടിയത് എന്നാണ് പോലീസുകാർ പ്രതികരിക്കുന്നത്. വളരെ സാഹസികമായിട്ടുള്ള തെരച്ചിലാണ് നടത്തിയത്. മലകൾ, കാടുകൾ, വെള്ളം ഇതിലെല്ലാം തെരഞ്ഞതിന് ശേഷമാണ് വൈകുന്നേരത്തോടെ ഈ പറയുന്ന പോത്തുണ്ടിമലയിൽ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അവിടെ തെരച്ചിൽ നടത്തുന്നു, പക്ഷേ അവിടെ കണ്ടെത്താനായില്ല. 9:30യോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. പക്ഷേ തിരിച്ചു പോകാത്ത പോലീസിന്റെ കയ്യിലേക്ക് ഈ പ്രതി വന്നു വീഴുകയായിരുന്നു. പോലീസിന് അവിടെ നിന്ന് വളരെ സമർത്ഥമായിട്ട് സ്റ്റേഷൻ വരെ എത്തിക്കാൻ സാധിച്ചു. പക്ഷേ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ഇനി സാധിക്കുമോ എന്നുള്ളതാണ്. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, മെഡിക്കലിന് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ വലിയ രോഷം അവിടെ നടന്നുകൊണ്ടിരുന്നു. പല രീതിയിൽ പോലീസ് അവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മെഡിക്കൽ ഇന്ന് സാധ്യമാകുമോ? പൂർണ്ണമായും അവശനാണ് എന്നുള്ളത് വ്യക്തമാണ്. പോലീസും അത് കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അയാൾ 2 ദിവസമായി ഭക്ഷണം കഴിക്കാതെ ഒരു ഒളിവിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും അവശനായപ്പോഴാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ സമയത്താണ് ഇയാൾ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. പോത്തുണ്ടി മലയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. നേരത്തെ ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി ഈ പ്രതി ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനയൊക്കെ നാട്ടുകാരും പോലീസും നടത്തിയിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പിന്നെ ഈ സൂചനകളൊന്നും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇവിടെ നിന്നും ഈ പ്രതി പോലീസൊക്കെ മടങ്ങുകയായിരുന്നു. നാട്ടുകാരും ഇവിടെ നിന്നും മടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. പ്രാദേശികമായി ചില മേഖലകളിലൊക്കെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ വിശന്ന വലഞ്ഞ പ്രതി പുറത്തേക്ക് ഇറങ്ങുകയും പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് തങ്ങൾ പിടികൂടിയതാണ്, ഇയാൾ വന്ന് കീഴടങ്ങിയതല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇയാൾ അവശ നിലയിലാണ്. ഇയാളെ എങ്ങനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും
ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു സംശയം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ പുറത്തു നടക്കുന്നുണ്ട്. നാട്ടുകാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഒരു തരത്തിലും ഇയാളെ പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒരു നാടാകെ വലിയ ഭീതിയിൽ നിന്ന ഒരു സാഹചര്യമാണ്. ഒരു നാടാകെ വലിയ ഭീതിയിൽ നിന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഈ രീതിയിൽ പ്രതിയെ പിടികൂടുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമായ. നന്ദഗോപാലിലേക്ക് കുറച്ച് അല്പസമയത്തിനകം തന്നെ വരാം. അഖിലും ചേരുന്നുണ്ട്. അഖില്, നന്ദഗോപാൽ പറഞ്ഞതുപോലെ ഇതിൽ ഒരു ഭീതി കൂടി ഉണ്ടായിരുന്നു. കാരണം ഒരാളെയും കൂടെ കൊല്ലും. ഇതിപ്പോ ആരാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്നെ, ഈ പ്രതിയുടെ ഭാര്യയെ തന്നെയാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അറിയില്ല. കാരണം ജീവൻ ഇപ്പം ആളുകൾ അതുവഴി ഇപ്പൊ നമ്മൾ ഡെസ്കിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, അതുവഴി നടക്കുന്ന ആളുകൾ വടിയും കയ്യിൽ പിടിച്ചാണെന്ന്. കാരണം എങ്ങനെയാണ്, ഏത് ഭാഗത്തു നിന്ന് ഇയാൾ അറ്റാക്ക് ചെയ്യും, ഇയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, ഒന്നും അറിയാതെ 1.5 ദിവസം അവിടെ ആ മനുഷ്യന് കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ ആരെ കൊല്ലും എന്നറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിന് കൂടിയാണ് അറുതിയാകുന്നത്. കാരണം അങ്ങനെ പേടിച്ചൊരു നാട്ടിലെ മുഴുവൻ മനുഷ്യരും അങ്ങനെ പേടിച്ച് ഒരാളെ പേടിച്ച് കഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മോശം അവസ്ഥ വേറൊന്നും വരാനില്ല. അപ്പം അതിനുകൂടി ഒരു സമാധാനമായിരിക്കുന്നു എന്ന് പറയണം. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അത് പോലീസിനെ സംബന്ധിച്ച് അവരെ എങ്ങനെയും മറികടക്കും. കാരണം രാവിലെ മുതൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ അടിച്ചോടിച്ചാണെങ്കിലും പ്രതിയെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച്, അവരുടെ വൈകാരികമായിട്ടുള്ള തലങ്ങളെ സംബന്ധിച്ച് അവർ അനുഭവിച്ച ഈ കഴിഞ്ഞ 10-40 മണിക്കൂർ അനുഭവിച്ച ആ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് ഇതൊക്കെ അഡ്രസ് ചെയ്യാതെ പോകാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ, അല്ലേ? തീർച്ചയായും ഈ അവിടെയുള്ള, അതായത് ഒരുപക്ഷെ ഈ നാട്ടുകാർ മാത്രമല്ല അവിടേക്ക് എത്തിയ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ മറ്റു പോലീസുകാരായിക്കോട്ടെ എവിടെ നിന്നും ഇയാൾ ചാടി വരുമെന്നൊരു ഭയമൊക്കെ അവിടെ നിന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. കാരണം അത്രത്തോളം ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഇയാൾ മനോരോഗിയാണെന്ന് ഞാൻ പറയില്ല, ഒരു കറതീർന്ന സൈക്കോ ക്രിമിനൽ എന്നൊക്കെ പറയാം. നമ്മൾ റിപ്രവാസുവിനെ പോലെയൊക്കെ തന്നെ തേട്ടി കേൾവിയുള്ള അത്തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ആൾ തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം ഒരാളെ ആദ്യം കൊലപ്പെടുത്തുന്നു, അതിനുശേഷം അതായത് നാട്ടുകാരെയൊക്കെ തന്റെ മറ്റേ ഈ റിപ്രവാസുവിന്റെ കഥയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട പോലെ തന്നെ ഈ വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ ബോധ്യപ്പെടുത്തിയ ശേഷം വീണ്ടും വേട്ടയാടുന്ന ഒരു പ്രതിരോധം. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, ഇത് എന്തെങ്കിലും വൈരാഗ്യമുള്ളത് കൊണ്ടോ ഇല്ലെങ്കിൽ ഈ കുടുംബം ഇയാളെ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ അതിന്റെ പ്രതികാരമായിട്ടോ ഒന്നുമല്ല. ഇത് നമ്മൾ ഈ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഓരോ മാസത്തിലും നമ്മൾ ഓരോ കേസ് വീതം എടുക്കുന്ന ഈ അന്ധവിശ്വാസത്തിന്റെ പുറത്താണ് എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ നമ്മൾ അസ്വസ്ഥരാകുന്നത്. തീർച്ചയായും. കാരണം അത് തന്നെയാണ്. അതായത് ഇയാൾ ആദ്യം ചെയ്ത് എന്തോന്ന് വെച്ചാൽ അവിടെയുള്ള പോലീസുകാരെ മറ്റുള്ളവരെയൊക്കെ തെരഞ്ഞ താൻ നന്നായി എന്ന്, അതായത് തന്റെ വേട്ട അവസാനിപ്പിച്ചു എന്ന് ഇരകളെ പഠിച്ച ശേഷം പിന്നീട് വീണ്ടും ഈ വേട്ടയ്ക്ക് ഇറങ്ങുന്ന ഒരു രീതിയാണ് അയാൾ കാണിച്ചിരിക്കുന്നത്. അതായത് ആദ്യം അവിടെ ആളോടൊക്കെ താൻ നന്നായി ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഇയാൾ തിരുപ്പൂരിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരുപ്പൂരിലേക്ക് അയാൾ പോയിരുന്നത് ഈ തിരുപ്പൂരിലായിരുന്നു ഈ പറയുന്ന സുധാകരൻ ജോലി ചെയ്തിരുന്ന ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അയാൾ തിരുപ്പൂരിലേക്ക് പോകുന്നത്. അപ്പോൾ തിരുപ്പൂരിലേക്ക് പോകുന്നു. പിന്നീട് 5 ദിവസം മുമ്പ് തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ സുധാകരൻ ഇവിടേക്ക് എത്തുന്നെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ സുധാകരൻ നീക്കങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൃത്യമായി 5 ദിവസം അവിടെ കാത്തു നിന്ന് ഈ സുധാകരൻ എത്തിയപ്പോൾ ഇയാൾ ഇത്തരത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പ്രതി, അതായത് ഈ സുധാകരൻ അവിടേക്ക് എത്തുമ്പോൾ ബൈക്കിൽ ഓടിച്ചു വരുമ്പോൾ അയാൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും സുധാകരൻ എതിർക്കാനോ ഒന്ന് തിരിച്ചാക്രമിക്കാനോ ഇറങ്ങി ഓടാനോ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ബൈക്ക് ഓടിച്ചു വരുന്നത് സുധാകരൻ ആദ്യമേ വെട്ടിവിടുന്നത്. ശേഷം ആ അലർച്ച കേട്ടാണ് അമ്മ അവിടേക്ക് ഓടിക്കുന്നത്. മകന്റെ ആ കരച്ചിൽ കേട്ടാണ് ഓടിക്കുന്നത്. നിഷ്കരണം ഒരു ദൈവമില്ല. അതായത് ഈ സുധാകരനെ വെട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10-20 മീറ്റർ മാറി, 10 മീറ്ററോളം മാറി ആ വീട്ടിന് മുൻപിലിട്ടാണ് ഈ അമ്മയെ വെട്ടിക്കൊലപ്പെടുന്നത്. അവിടെയാണ് ആ രക്തം തളം കെട്ടി കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ തലയിലേക്ക് വളരെ മൃഗീയമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെയുള്ള മുറിവുകളുടെ ആഴവും അതുപോലെ തന്നെ ആ ഒരു തലയോട്ടി വെട്ടിപ്പിളർത്തി എന്നുള്ളതാണ് അവിടെ കണ്ടുനിന്ന് ദൃക്സാക്ഷി അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിമൃഗീയമായ ഒരു കൊലപാതകം നടത്തണമെങ്കിൽ അയാളുടെ ഒരു മനോവൈകല്യം എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് അത്രത്തോളം ഈ ഒരു കൊലപാതകം തലയ്ക്ക് കയറി പോയിട്ടുണ്ടാവണം. പക്ഷേ ഈ കൊലപ്പെടുത്തുന്നത് അയാൾ എന്തെങ്കിലും ഒരു ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടാവണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇത്തരത്തിലൊരു മൃഗീയമായി, അതായത് ഇയാൾക്ക് ഈ അമ്മയോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈ സ്മിതയോട് അത്തരത്തിൽ ഒരു വൈരാഗ്യം ഉണ്ടായിരിക്കാം. കാരണം തന്റെ ഭാര്യയെ കുടുംബം തകരാൻ കാരണം അവരാണെന്നൊരു കാര്യം അവിടെ നിലനിൽക്കുന്നെന്ന് പറയാം. അപ്പോൾ ഈ സുധാകരനും ഈ അമ്മയും എന്താണ് അവനോട് ചെയ്തതെന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ അതിനുശേഷം പിന്നീട് മറ്റുള്ളവരെ തെരഞ്ഞുപോയി. അതായത് ഈ 2 കൊലപാതകത്തിന് ശേഷം ഈ പുഷ്പയും ബിന്ദുവിനും ഒക്കെ ഇയാളെ അവിടെ തെരഞ്ഞുപോയി. അവരാ വീട്ടിലില്ലാത്തത് കൊണ്ട് മാത്രം അവരവിടെ രക്ഷപ്പെട്ടു പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അവർ ആ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഇത് മറ്റൊന്നാവുമായിരുന്നു. അതായത് ഈ 2 കൊല എന്നുള്ളത് ഒരുപക്ഷെ ഇരട്ടക്കൊല മാറി അത് 3 or 4 പേരുടെ കൊലപാതകമൊക്കെ മാറാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരവിടെ ഇല്ല. അവരുടെ എന്തോ ഭാഗ്യം കൊണ്ടോ എന്തോ അവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാൾ തെരഞ്ഞു പോയപ്പോൾ അവരെ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിലൊരു മനോഭാവമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാർ അയാളെ കൈകാര്യം ചെയ്യും. അതായത് അയാളെ ചതച്ചരച്ച് അവിടുന്ന് നാട്ടുകാർ കൊലപ്പെടുത്തും. ആ ഒരു രീതിയിൽ തന്നെയാണ് നാട്ടുകാരുടെ ലൈനെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പോലീസിനെ കൂടാതെ ഒറ്റയ്ക്കൊക്കെ തിരഞ്ഞ്, അതായത് ഈ വനത്തിലേക്ക്, അതായത് നാട്ടുകാർക്ക് അറിയാമായിരുന്നു ഇവൻ ആ കാട്ടിനുള്ളിൽ തന്നെയാണുള്ളത്, ഈ പ്രതി അതിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്ന നാട്ടുകാർ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അതിലും പോലീസ് വിജയിച്ചു. അതായത് നാട്ടുകാരെ മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പരിഭ്രാന്തി വരുത്തി അവിടേക്കൊക്കെ ആളുകളെ മാറ്റി ഈ വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെ ഇവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ പോലീസിന് കഴിഞ്ഞു. ഒരുപക്ഷെ പോലീസ് എന്തെങ്കിലുമൊക്കെ വിവരം ലഭിച്ചിട്ടുണ്ടാവും ഇയാൾ ഇനിയുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എടുക്കാനോ ഇല്ലേ നാളെ കോടതിയിൽ, അതായത് അനങ്ങാൻ പോലീസിന് സാധിക്കില്ല അവിടെ നിന്ന് എന്നുള്ളതാണ്. ഇനിയിപ്പോ വണ്ടി കത്തിച്ചിട്ടാണെങ്കിലും ആളുകൾ ഈ പ്രതിയെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവര് എങ്ങനെയാണ്, ഏത് വൈകാരിക തലത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം എങ്ങനെ ഇത് പോലീസ് കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. മെഡിക്കലിൽ എങ്ങനെ കൊണ്ടുപോകും, സംവിധാനങ്ങളെല്ലാം സ്റ്റേഷനകത്തേക്ക് വരേണ്ടി വരുമോ, എന്ത് ചെയ്യും, ഇയാളെ അവിടുന്ന് ഇറക്കാൻ പറ്റാതെ എന്ത് ചെയ്യും അവിടുത്തെ നാട്ടുകാർ എന്നുള്ളതാണ്. ഒരാൾക്കും അവിടെ ഇടപെടാൻ സാധിക്കില്ല. പോലീസ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവിടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ട് കേൾക്കാൻ സാധ്യതയില്ല, അവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ടിട്ട് കാര്യമില്ല. ഇനി മുഖ്യമന്ത്രി വന്ന് പറഞ്ഞാൽ പോലും അനങ്ങില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന നാട്ടുകാരാണ്. വൈകാരികമായിട്ടുള്ള അവരുടെ പ്രശ്നമുണ്ട്. പക്ഷേ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ നടക്കണം എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അല്പസമയം മുൻപ് ഇയാൾ ഈ മാട്ടായി മേഖലയിൽ നിന്ന് പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. അവിടെ നിന്ന് ഇയാൾ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. അവശനാണെന്നാണ് പോലീസ് പറയുന്നത്. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ഒളിവിൽ പോയതാണ്. അതിനുശേഷം ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി വരുന്ന വഴിയിലാണ് പോലീസ് അതിസാഹസ്യമായിട്ട് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. സ്റ്റേഷന് മുന്നിൽ